പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നതിനിടെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു ധീര നീക്കം. തടസ്സങ്ങൾ ഭേദിച്ചുകൊണ്ട് ഹോർമുസ് കടന്ന് ഇന്ത്യയുടെ പടുകൂറ്റൻ ചരക്ക് കപ്പൽ ഭാരത മണ്ണിലേക്ക് എത്തുന്നു. ഹോർമുസ് കടലിടുക്ക് ആഗോള എണ്ണവാതക ഗതാഗതത്തിന്റെ ജീവനാഡി. ഏകദേശം നിശ്ചലമായിരിക്കെ തന്നെ ഇന്ത്യയുടെ LPG സൂപ്പർ ടാങ്കർ സർവശക്തിയാകട്ടെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഒരിക്കൽ കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവ് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള കടുത്ത സംഘർഷവും ഉപരോധവും മൂലം കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ച ഈ അതിവേഗ സുരക്ഷാ ഭീഷണിയുള്ള കടൽപാതയിലാണ് 45,000 ടൺ പാചകവാതകവുമായി ഈ ഭീമൻ കപ്പൽ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും നാവിക ധൈര്യത്തിനും പ്രതീകമാണ് ഈ യാത്ര. പ്രതിസന്ധിയെ മറികടക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. പ്രതിസന്ധിക്ക് ശേഷം ഹോർമുസ് കടലെടുക്ക് വിജയകരമായി മുറിച്ചു കടക്കുന്ന ആദ്യ ഇന്ത്യൻ കപ്പലായി തന്നെ സർവശക്തി മാറുന്നു എന്നതാണ്, അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഘർഷത്തിനിടയിലും ഇറാനുമായുള്ള നേരത്തെയുള്ള ചർച്ചകളിലൂടെ തന്നെ 8 LPG കപ്പലുകൾ അവിടെ കടത്തിവിടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഫെബ്രുവരിയിൽ പേർഷ്യൻ ഗൾഫിൽ പ്രവേശിച്ചുകൊണ്ട് സർവശക്തി ദുബായിക്ക് സമീപം വെച്ച് മറ്റൊരു കപ്പലിൽ നിന്നാണ് വാതകം ശേഖരിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഈ ഇന്ധനത്തിന്റെ ഗുണഭോക്താവ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 10 മുതൽ 14 മണിക്കൂർ വരെ സമയമെടുക്കുന്ന അതീവ സങ്കീർണമായ യാത്രയാണിത്. സുപ്രധാന നീക്കം രാജ്യത്തിന്റെ പാചകവാത വിതരണത്തിൽ വലിയ ആശ്വാസം നൽകുമെന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.